ലളിതമായ ഒരു കഥ. പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയി എഴുതിയ ഒരു കഥ. ഒരാൾക്ക് എത്ര ഭൂമി വേണം? ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിച്ചിരിക്കും ഈ കഥ. ഒരു കൃഷിക്കാരന് ഒരു വാഗ്ദാനം ലഭിച്ചു. സൂര്യോദയം മുതൽ അസ്തമയം വരെ എത്ര ദൂരം ഓടി തിരിച്ചു വരുന്നുവോ അയാൾക്ക് അത്രയും ഭൂമി വെറുതെ ലഭിക്കുമെന്ന്. അയാൾ അത്യാർത്തി മൂലം ഓടുവാൻ തുടങ്ങി. കുറേ ദൂരം ഓടി കിതച്ചിട്ടും അണച്ചിട്ടും നിന്നില്ല. എനിക്ക് ഇനിയും വേണമെന്ന അത്യാർത്തിയോട് കൂടിയിട്ട് കൃഷിക്കാരൻ ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ക്ഷീണിച്ചു, തളർന്നു. ഒരു തുള്ളി ജലം പോലും കുടിക്കാനില്ലാഞ്ഞിട്ടല്ല, കുടിക്കുന്നില്ല. അത്രയും സമയവും കൂടി പാഴായി പോവുകയാണ് എന്ന് ചിന്തിച്ച് വീണ്ടും കൃഷിക്കാരൻ തൻ്റെ ക്ഷീണവും തൻ്റെ ദാഹവും എല്ലാം സഹിച്ചുകൊണ്ട് ഓടി അവസാനം ആ ഭൂമിയിൽ ചേതനയേറ്റു കിടക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ച് എത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാരന് ലഭിച്ച ഭൂമിയോ 7 അടി നീളവും 2.5 അടി വീതിയുമുള്ള ഒരു തുണ്ട് ഭൂമി മാത്രം. നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്. എല്ലാവരും ഇന്ന് ഭൂമിക്കും പണത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടം നിലയ്ക്കുന്ന സമയത്ത് അത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുകൂടി ചിന്തിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണോ നാം ഇത്രയും കഷ്ടപ്പെടുന്നത്, ആ കഷ്ടപ്പാട് നമുക്ക് അനുഭവിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നാം ഇങ്ങനെ കിടന്നോടുമ്പോൾ അവർ അത് അനുഭവിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. നാം കഷ്ടപ്പെടണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ആ കഷ്ടപ്പെടുന്നത് അനുഭവിക്കുക കൂടി വേണം. നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത് നാം അനുഭവിക്കണം. അനുഭവിച്ച് അതിൽ സംതൃപ്തി അടയണം. അല്ലെങ്കിൽ അവസാനം നമുക്ക് ഒരു 7.5 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു തുണ്ട് ഭൂമി മാത്രം അവശേഷിക്കും. പണത്തിൻ്റെയും ഭൂമിയുടെയും സമ്പന്നതയുടെയും പിറകിൽ ഓട്ടം നിർത്തിയിട്ട് അവനവന് ജീവിക്കുവാനുള്ളത്, അല്ലെങ്കിൽ അവനവൻ്റെ മക്കൾക്ക് കൂടി ജീവിക്കുവാനുള്ളത് മാത്രം സ്വരൂപിച്ചിട്ട് അവനവൻ്റെ ജീവിതം ആസ്വദിക്കുക, സന്തോഷപൂർണമായിട്ട് ജീവിച്ചു തീർക്കുക. നന്ദി.